തൃശൂർ പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ ടിൻ കരയ്ക്കടിഞ്ഞു. ഇന്ന് രാത്രി 7:30യോടെയാണ് 20 ലിറ്റർ ടിൻ കരയ്ക്കടിഞ്ഞ നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. 2 ആഴ്ച മുൻപ് കോഴിക്കോട് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നുള്ളതാകാം ഇതെന്ന് സംശയമുണ്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചെയ്യുന്നുണ്ട്. ലെവിൻ, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് വൈകിട്ട് 7:30യോട് കൂടിയാണ് സംഭവം. തൃശൂർ പെരിഞ്ഞനം ആറാട്ടുകടവിലാണ് ഈ ടിന്ന് കലയ്ക്ക് അടിഞ്ഞിട്ടുള്ളത്. ഈ പ്രദേശത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത് ആദ്യമായി കാണുന്നത്. സംഭവത്തിൽ സംശയം തോന്നിയ ഇവർ പോലീസിനെയും വാർഡ് മെമ്പറെയും വിവരം അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ഒഴുകി വന്ന ഈ ടിന്ന് നേരത്തെ നടന്ന കപ്പൽ അപകടങ്ങളിൽ പെട്ടതാകാം എന്നുള്ളൊരു സംശയം ഇവർക്ക് ആദ്യം തന്നെ ഉണ്ടായി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ അറിയിച്ചതും വാർഡ് മെമ്പറെ വിവരം അറിയിച്ചതും. വാർഡ് മെമ്പർ സ്ഥലത്തെത്തി പോലീസിനെ കൂടി വിവരം അറിയിച്ചതോടുകൂടി ഇവർ എത്തി പരിശോധന നടത്തുകയായിരുന്നു. 20 ലിറ്റർ സംഭരണശേഷിയുള്ള ടിന്നാണ് കണ്ടെടുത്തത്. ഈ കപ്പലിൽ നിന്നും മറ്റും എണ്ണ പടരുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഏതായാലും മത്സ്യത്തൊഴിലാളികൾ ഈ വിവരം സമയത്ത് തന്നെ കാര്യങ്ങൾ അറിയിച്ചതോടുകൂടി ഉദ്യോഗസ്ഥർ എത്തുകയും കയ്പമംഗലം പോലീസ് ഈ ടിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിശദ പരിശോധനകൾ നാളെ നടക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് കണ്ടെടുത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾക്കോ ഇത് തീരത്തേക്ക് എടുത്തു മാറ്റിയ ഉദ്യോഗസ്ഥർക്കൊന്നും ഇതുവരെയുള്ള വിവരപ്രകാരം മറ്റൊരു പരിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അഞ്ജലി, തൃശൂർ പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ ടിൻ കരയ്ക്കടിഞ്ഞു. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ്.